ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. കക്ക വെച്ചിട്ട് നമ്മൾ പല റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കക്കച്ചാറ്, കക്ക ഫ്രൈ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു പാനിലേക്ക് 1/2 കിലോ കക്ക നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കക്കയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനിയിപ്പം അടി പിടിക്കുന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അരപ്പിനായിട്ട് 4 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുട്ടികൾ കഴിക്കുന്നതും വളരെ കുറച്ച് എരിവ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചെരുവിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കക്കതെ നല്ലപോലെ വെന്ത് ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന്ന് പാനിൽ നിന്ന് മാറ്റുകയാണ്. നമ്മളധികം ഒട്ടും വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അധികം വെള്ളമൊന്നുമില്ല. ഇനി ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ പാന് ഒന്നെങ്കിലും ഒന്ന് കഴുകിയെടുക്കുക, അതല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് ഈ ഒരു തോരന് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ അതേ കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും, അതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ എരിവായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ കക്കയും നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു സവോളയും പച്ചമുളകും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വരണം. വെന്തിട്ടുള്ളതാണ്, എന്നാലൊന്ന് മിക്സായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പിട്ട് കൊടുക്കണം. തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം മാറണം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മണം ഉണ്ടോ, തേങ്ങയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റിൽ നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോഴല്ലോ ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് കിട്ടുക. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കത്തോരനാണ്. അപ്പോൾ ഇനി കക്ക കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.